Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, teacher. How are you? I'm fine. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ഓക്കെ ടീച്ചർ. മഴയുണ്ടോ? അവിടെ ഉണ്ടായിരുന്നോ ഇന്നലെ രാത്രി? മഴ മിക്ക ദിവസവും രാത്രി പെയ്യുന്നുണ്ട് ഇവിടെ. അതെ. രാത്രി പെയ്യുന്നുണ്ട്. അതെ, പക്ഷെ നമ്മളുടെ കണ്ണൂരൊന്നും പെയ്യാറില്ല. എറണാകുളം, തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും പെയ്യുന്നത്. നിങ്ങളുടെ മഴയില്ലേ? മഴ പെയ്തില്ലേ ഇതുവരെ? എപ്പോഴോ ഒരു ചെറുതായിട്ട് ഇങ്ങനെ വന്നിരുന്നു, അല്ലാതെ അങ്ങനെ ഒരു ഹെവി റെയിൻ ആയിട്ടൊന്നുമില്ല. എറണാകുളത്തൊക്കെ ഇന്നലെ നല്ല മഴയായിരുന്നു. മഴ ഉണ്ടായിരുന്നു രാത്രി. നേരം വെളുക്കുമ്പോ കണ്ടാലറിയാം, രാത്രി അറിയില്ല, ഉറക്കത്തിൽപ്പെട്ടു. രാത്രി ഒന്നും അറിഞ്ഞൂട. ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ബോധമുണ്ടാവില്ല. അങ്ങനെയാണ്. നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൂട് കുറവാണ്, അതുകൊണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് ഒരു കൂളിംഗ് കിട്ടുന്നുണ്ട്. അതെ, വേനൽ മഴ ഒരു കണക്കിന് ആശ്വാസമാണ്. ചൂടിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഓക്കെ, നമുക്ക് പ്രെയർ ആരാ ചെയ്യുന്നേ? പ്രെയർ ഞാൻ പറയാം. ഫസ്സാന. Thank you, God. We love you, God. The world around us is bright and beautiful. Everything is your creation. May we always receive your blessings in my life. Your love is so wonderful. Thank you, God. We are grateful for everything. തോട്ട് ഓഫ് ദി ഡേ ആരെങ്കിലും ഉണ്ടോ? തോട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? ആരുമില്ലെങ്കിൽ ഞാൻ പറയാം ടീച്ചർ. ആരെങ്കിലും പറയാൻ നോക്കട്ടെ. ഞാൻ പറയാം. പറഞ്ഞോളൂ. Thoughtful quotes from Dr. APJ Abdul Kalam. Dream, dream, dream. Dreams transforms into thoughts and thoughts result in actions. Thank you. ഗീതാനൂപിന് പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നോ ടീച്ചർ, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ആരുമില്ലെങ്കിൽ പറയാറ് ഞാനാണ്. എവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? സ്കൂൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയോ? സ്കൂൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി. അതിന്റെ സമ്മറി എഴുതാൻ പറഞ്ഞിരുന്നു മിസ്. സമ്മറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരുടെയും സമ്മറി നമുക്ക് കേൾക്കാം. മഞ്ജുഷ, സുമേഷ് ആദ്യം റീഡ് ചെയ്യാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. School management. The standard teachers are changing themselves according to the subject and have an reactions period also. The work of managing the school can be classified on the following grounds. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, canvassing and propagandas, disciplines maintenance, parts in the functions and meetings, communications, financial assistance. സ്കൂൾ മാനേജ്മെന്റിനെ നമ്മളൊരു 8 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് പ്രിമൈസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, തേർഡ് വൺ ഓഫീസ് മെയിൻ്റനൻസ്, പിന്നെ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗാൻഡ. ക്യാൻവാസിംഗ് തന്നെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഡോർ ക്യാൻവാസിങ്ങും അതുപോലെ തന്നെ നെഗറ്റീവ് ക്യാൻവാസിങ്ങും ഉണ്ട്. പിന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്
The school premises consisting of main building, sheds, toilet, urinals, etc. The teachers must be informed the authorities like leaking, cracking, damage like building constructions. നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ബിൽഡിങ്ങിന് വല്ല തകരാറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതോറിറ്റിക്ക് ഇൻഫോം ചെയ്യണം. വല്ല ക്രാക്കോ അല്ലെങ്കിൽ ലീക്കിങ്ങോ ഡാമേജസോ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ മെയിൻ വലിയ അതോറിറ്റീനെ അറിയിക്കുക. ടീച്ചേഴ്സിന്റെ ഒരു കടമയാണത്. പിന്നെ ഡിസിപ്ലിൻസ് ആൻഡ് മെയിൻ്റനൻസ്. സെൽഫ് ഡിസിപ്ലിൻ ഷുഡ് ഹാവ് ടു ബി മെയിൻറ്റെയിൻ. സോ ദ ടീച്ചേഴ്സ് ഹാസ് എ ബോഡി ഓഫ് ദ സ്കൂൾ ഷുഡ് എൻഫോഴ്സ് ദ ഡിസിപ്ലിൻ. നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം നമ്മുടെ സ്റ്റുഡൻസിനെ നോക്കുന്നതില്. ഇപ്പോ ടീച്ചേഴ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞതില്ല ബാഡ് ഹാബിറ്റ് ലൈക്ക് നെയിൽ ബൈറ്റിങ്, അതുപോലെ തന്നെ ഗോസിപ്പുകൾ. ഇപ്പൊ നമ്മൾ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് വല്ല ഗോസിപ്പൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ കുട്ടികളുടെ ശ്രദ്ധയിൽ പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് കുട്ടികളുടെ മുന്നിൽ വെച്ച് നഖം കടിക്കുമ്പോൾ അതൊക്കെ കുട്ടികളിൽ വരുന്ന ഒരു തരം കുട്ടികളിലേക്ക് പെട്ടെന്ന് എന്താ പറയാ കുട്ടികളിലെ നമ്മുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കുട്ടികൾ പെട്ടെന്ന് കാൻവാൻസ് ചെയ്യും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഷീ ക്യാൻ ഗിവ് ഫ്രണ്ട്ലി ടോക്ക് ടു ദം സെപ്പറേറ്റ്ലി. അപ്പൊ നമ്മൾ അങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യാം, ഫ്രണ്ട്ലി ആയിട്ട് സെപ്പറേറ്റ് നിർത്തി കുട്ടികളിൽ മാത്രമായിട്ട് നമ്മളത് പറയുക. സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ടീച്ചേഴ്സിന് കൂടുതലായിട്ട് വേണ്ട ഒരു ഇതാണ്. ഇത്രയാണ് മിസ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ദെൻ സൗമ്യ പുരുഷോത്തമൻ. സൗമ്യ സമ്മറി എഴുതിയിട്ടുണ്ടോ? ഒന്ന് വായിക്കാമോ? Kindergarten, teachers are always engaging the വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ചുരുക്കി പറയാമോ മലയാളത്തില്? അടുത്ത പ്രാവശ്യം പറയാ. സൗമ്യ ഒന്ന് സമയം തരാം, ഞാൻ ഇവരെയൊക്കെ വായിപ്പിക്കട്ടെ. കുറച്ച് സമയം തരാം, സമയത്തിനുള്ളൊന്ന് നോക്കി കേട്ടോ. ഓക്കെ. Sabisha Amir. Standard teachers are expected to handle office work due to their graduate status, while KG teachers are occupied with classroom duties. Standard teachers have subject-based schedule and breaks, allowing them to participate in school management. അതായത് സ്കൂൾ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്കൂളിലെ എല്ലാ വർക്കിലും ഇൻക്ലൂഡഡ് ആയിരിക്കണം. KG ടീച്ചേഴ്സ് ആർ ഒക്യുപ്പൈഡ് വിത്ത് ക്ലാസ് റൂം ഡ്യൂട്ടീസ്. അതായത് KG ടീച്ചേഴ്സ് ക്ലാസ് റൂമിന്റെ ഡ്യൂട്ടീസുകളും അതുപോലെ തന്നെ സബ്ജക്ട് ബേസ്ഡ് ഷെഡ്യൂളും ബ്രേക്സും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ആയിരിക്കണം സ്കൂൾ മാനേജ്മെന്റിനോടൊപ്പം തന്നെ. School management responsibilities can be categorized as follows. School management responsibility classify ചെയ്തിരിക്കുന്നത് classroom management, premises and building maintenance, offices maintenance, canvassing and promotions. For example, notices, flex, banners, etc. Discipline maintenance, for example, uniforms. Involvement in functions and meetings, for example, PTA meetings, school events, etc. Communications between teachers, headmasters, and PTA. Financial assistance managing school funds.
Typically, one standard teacher is authorized to oversee the school's daily operations. However, this does not mean other teachers should limit their involvement to classroom duties. എല്ലാ ഡ്യൂട്ടീസിലും ക്ലാസ് റൂമിലെ എല്ലാ ഡ്യൂട്ടീസിലും ടീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓൾ ടീച്ചേഴ്സ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു സ്കൂൾ മാനേജ്മെന്റ് ആസ് എ ടീം. സ്കൂൾ മാനേജ്മെന്റിനൊപ്പം തന്നെ എല്ലാ ടീച്ചേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദ എഫക്റ്റീവ്നെസ് ഓഫ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ദ മാനേജ്മെന്റ് ഓർ ത്രൂ ദ വോളണ്ടറി engagement of teachers. When a school performs well, everyone associates with its success, fostering a sense of collective ownership. While teachers are primarily assigned to specific classes or subjects, their main responsibility is classroom management. Every teacher is expected to uphold discipline throughout the school environment. Canvassing and promotion. Schools with low enrolled often on promotional activities to attract students, including advertisement and distributing brochures. Door-to-door canvassing may not be significantly increases enrolled and can negatively impact the teachers' images. Indoor canvassing, giving good education to the present students, continuous discipline strictly the inquiries. Negative canvassing. It is considered the best approach to admissions. Admissions occurring in January are referred to as cheating admissions. Premises and building maintenance. School premises include main building, sheds, temporary building, toilet, water tanks, water sources, etc. Teachers should report building issues like leaks or cracks to higher authorities and follow up periodically but without excessive insistence. അതായത് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായ കടമയുണ്ട്. അതായത് മെയിൻ ബിൽഡിങ്, ഷെഡ്, പിന്നെ ടോയ്ലറ്റ്, വാട്ടർ ടാങ്ക്, വാട്ടർ സോഴ്സസ്, ഇതൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ക്രാക്സ്, ലീക്കേഴ്സ്, എല്ലാ കാര്യങ്ങളും സ്കൂൾ മാനേജ്മെന്റിനോടൊപ്പം തന്നെ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. Parents expected significant disciplinary training from the school. Self-discipline should be maintained with the school. Enforcing discipline. Discipline comes from practice, not naturally. Teachers should model good behavior, avoid habits like gossiping or nail biting, and address similar issues among through friendly conversation rather than escalating situations. അതായത് ടീച്ചേഴ്സും കുറെ ഗുഡ് ബിഹേവിയർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഗോസിപ്പ്, അതുപോലെ തന്നെ നെയിൽ ബിറ്റിംഗ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? നൈസി. കഴിഞ്ഞ ക്ലാസ്സിന് ഇല്ലായിരുന്നു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഫർസാന വായിച്ചു തോന്നുന്നു അല്ലേ? ഫർസാന വായിച്ചില്ലല്ലോ? ഇല്ല, ഞാൻ വായിച്ചില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല മിസ്സേ. ഉണ്ടായിരുന്നില്ല. ഓക്കെ. രാധിക അനീഷ്. ഞാനും ഉണ്ടായിരുന്നില്ല മിസ്സേ. ഞാൻ രാധിക എന്നാണ്. എന്താണ്? രാധിക എന്നാണ് പേര്. രാധിക. ഓക്കെ. റീന സന്ദീപ്. മിസ്സേ, ഞാനും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഗീത നൂബ്. Yes, teacher. School management. School management refers to the process of planning, organizing, directing, and controlling the activities of a school to ensure smooth functioning and academic success.
It involves managing resources like teachers, students, infrastructure, time, and finance. Good school management helps improve teaching quality, student performance, and overall discipline. It also promotes പോസിറ്റീവ് ലേണിംഗ് എൻവയൺമെന്റ്. അതായത് സ്കൂൾ മാനേജ്മെന്റ് എന്നത് ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുകയും ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാമ്പത്തികം, അടിസ്ഥാന സൗകര്യം എന്നിവ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഒരു നല്ല സ്കൂൾ മാനേജ്മെന്റ് നല്ല പഠന നിലവാരം, വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. സ്റ്റാഫുകൾക്കിടയിൽ നല്ല സഹകരണവും സ്കൂളുകൾക്ക് നല്ല പഠനാന്തരീക്ഷവും വിഭാവനം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് സ്കൂൾ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറി. Okay. Then Ushali. Ushali ചെയ്തിട്ടുണ്ടോ സമ്മറി? Okay, I did. I will do. Okay, first of all, introduction. School management plays a vital role in the smooth functioning of a school. സ്കൂളിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് സ്കൂൾ മാനേജ്മെന്റ് ഒരു വൈറ്റൽ റോള് തന്നെ പ്ലേ ചെയ്യുന്നു. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് all the activities to ensure quality education. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം മാനേജ്മെന്റ്. കൺട്രോളിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. A strong management team supports teachers, students and staff by creating a positive learning environment. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇങ്ങനെ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും എല്ലാം ബൂസ്റ്റ് ചെയ്യണം. എന്നാലേ ഒരു നല്ല പോസിറ്റീവ് ലേണിംഗ് എൻവയൺമെന്റ് ഉണ്ടാകുകയുള്ളൂ. അത്രയാണ് ഇൻട്രൊഡക്ഷൻ. അടുത്തത്, in schools today, graduate teachers are expected to help with office work too. KG teachers are fully busy with their classes and stay in the classroom. The standard teachers are changing according to the subject and have recreation period also. അപ്പം ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഒക്കെ അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ അവർ ഓഫീസ് വർക്കും കൂടെ ചെയ്യണം. എന്നാൽ അവർക്ക് പീരീഡ് അനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ പാവം KG ടീച്ചേഴ്സ് അവര് വയോളം ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. The work of managing the school can be classified into following grounds. Most teachers are appointed for a class or for a subject. So the first main duty of the teacher is to carry out the class that is known as classroom management. എല്ലാ ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന അവരുടെ മെയിൻ ഉദ്ദേശം മാനേജ്മെന്റിന്റെ ക്ലാസ് നന്നായി കുട്ടികളെ എടുക്കുക എന്നുള്ളതാണ്. അതാണ് നല്ലതായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റിയാൽ അതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. എവറി ടീച്ചർ ഷുഡ് ഹെൽപ്പ് keep discipline everywhere in the school. If they see students fighting, shouting, misbehaving, they should stop them and correct them. Teachers should ask students to stand in a line when they crowd near tap or rooms. So teachers appoint discipline മെയിൻറ്റെയിൻ ചെയ്യണം. പിള്ളേരെ കൺട്രോൾ ചെയ്ത് ടാപ്പിന്റെ മുന്നിൽ റഷ് ആണെങ്കിൽ അവരെ ലൈനിൽ നിർത്തണം. മിസ്ബിഹേവിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെ ചെയ്യരുതെന്ന്. Some teachers should go around during prayer function and lunch to check if students are behaving well. A few teachers should also watch the school gate before. ഇതെല്ലാം ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. സ്കൂൾ ഗേറ്റിൽ കാണണം. പിന്നെ ഓരോ ലഞ്ച് ടൈമില്, പ്രെയർ ടൈമിലെല്ലാം അവരെ വാച്ച് ചെയ്യണം. Canvassing and propagandas. Some small nursery schools try canvassing and advertising to get more students. അപ്പം ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്കൂളുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, പുതിയതായിട്ട് തുടങ്ങുന്ന സ്കൂളുകൾ. അത് 3 സെക്ഷനാണ് ടൈപ്പ് ഓഫ് ക്യാൻവാസിങ്. ഒന്ന് ഡോർ ടു ഡോർ ക്യാൻവാസിങ്. ഇത് വീട് വിടാന്തോറും ടീച്ചേഴ്സ് പോയി പേരൻസിനോട് ഞങ്ങൾക്ക് തരണേന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. അത് അത്ര എഫക്റ്റീവ് അല്ല. ചില most of the time it is not effective because they may think that the school has no children. That is the reason these teachers are coming and begging to us. Next, indoor canvassing. അത് നല്ല സൂപ്പറാണ്.
giving proper education, care, keeping, discipline, answering enquiries clearly, all this. Inside നന്നായി പഠിപ്പിച്ച് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തു സകലതും നന്നായി ചെയ്തു കഴിഞ്ഞാൽ ആ ന്യൂസ് എത്രയാണെങ്കിലും ഒരു കുട്ടിയിൽ നിന്ന് അടുത്ത കുട്ടികളിൽ സ്പ്രെഡ് ചെയ്യും. അതാണ് ഏറ്റവും നല്ല വേ. പിന്നെ നെഗറ്റീവ് ക്യാൻവാസിങ്. നെഗറ്റീവ് ക്യാൻവാസിങ് ക്യാൻ ഹാം ദ സ്കൂൾ ആൻഡ് റെഡ്യൂസ് ഫ്യൂച്ചർ അഡ്മിഷൻസ്. അഡ്മിഷൻസ് ദാറ്റ് കം സഡൻലി ഇൻ ജനുവരി. ദാറ്റ് മീൻസ് എല്ലാ സ്കൂളിലും അഡ്മിഷൻ കഴിഞ്ഞു പിള്ളേരില്ലാത്ത ചില സ്കൂളുകളുണ്ട്, എപ്പം ചെന്നാലും പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കും. അത് ഒരു വർഷം ഒക്കെ, അടുത്ത വർഷം അപ്പൊ അവര് നല്ല സ്കൂളിലോട്ടൊക്കെ പോവും. നല്ല സ്കൂളിൽ കിട്ടാതെ വരുമ്പോ ലാസ്റ്റ് ഉള്ള അവരുടെ ഒരു അഭയ കേന്ദ്രമാണ് ഈ ജനുവരി അഡ്മിഷൻ. Premises and building maintenance. School premises include the main building, shed, toilet, water tank, playground, garden, footpath. Teachers cannot do repair work. എന്തെങ്കിലും ഒരു ഡാമേജ് കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് ഉടനെ തന്നെ മാനേജ്മെന്റിനെയോ ഹെഡ് മാസ്റ്ററെയോ റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ എല്ലാം പരിഹരിച്ചിരിക്കണം. സോ അടുത്തതായിട്ട് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. Parents expect schools to teach discipline more than just bookish knowledge. ബുക്കിൽ നിന്ന് കുറച്ചധികം പഠിപ്പിച്ച് അടിച്ചേൽപ്പിക്കുന്നതല്ല. പേരൻസ് അവരുടെ പിള്ളേരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല മര്യാദയ്ക്കുള്ള ജീവിതം കാണിച്ചു കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. They should correct students and show a good example by themselves. ടീച്ചേഴ്സ് അവര് വേണം നല്ല എക്സാമ്പിള് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ. ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ മാനർ, അവരുടെ ബിഹേവിയർ, ഇതെല്ലാം കുട്ടികള് വാച്ച് ചെയ്യും. അവർ ഓഫീസ് റൂമിലിരുന്ന് അതും ഇതും ഒക്കെ പറയുന്നതും അതിലേക്ക് കുട്ടികൾ പോവുകയും ചിലപ്പോൾ സ്റ്റാഫ് റൂമിനോട് അടുത്ത് ആയിരിക്കും ക്ലാസ് റൂംസ്, അവരെല്ലാം വാച്ച് ചെയ്യും. അപ്പം സ്കൂളിന്റെ ഡിസിപ്ലിൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത്രയാണ് മിസ് എഴുതിയത്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഉഷ. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും ഇനി വായിക്കാനുണ്ടോ? അഞ്ജിത അർജുൻ എഴുതിയിട്ടുണ്ടോ? സമ്മർ എഴുതിയിട്ടുണ്ടോ അഞ്ജിത? മിസ് ഞാന് മറന്നു, ബുക്ക് വീട്ടിലിരിക്കുന്നു, ഞാൻ വേറെ സ്ഥലത്താണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ടീച്ചർ, അതിനു മുമ്പിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ടീച്ചർ അന്ന് അസൈൻമെന്റ് ആയിട്ടാണോ പറഞ്ഞത് ഒരു ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ഓരോ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നണം അല്ലേ? ടോപ്പിക് ഇട്ടിട്ടില്ല അല്ലേ? ഇല്ല ടീച്ചർ, ഞാൻ പിന്നെ വിചാരിച്ചെന്ന ആക്ടിവിറ്റി ആയിട്ടാണോ ചെയ്യാൻ പറഞ്ഞത്. അസൈൻമെന്റ് എന്നായിരുന്നു ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ടീച്ചർ പറയുമ്പോ പിന്നെ അത് ആക്ടിവിറ്റി ആക്കി മാറ്റിയിരുന്നു ഒരു ഡൗട്ട്, അതാണ് ഞാൻ ടീച്ചറോട് ചോദിച്ചത്. അസൈൻമെന്റ് തന്നെയാണ്, ടോപ്പിക് വിട്ടുപോയി കൊടുക്കാനായിട്ട്. ഞാൻ ടോപ്പിക് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം ടോപ്പിക് കേട്ടോ. ഓക്കെ. മിസ് അത് എന്താണെന്ന് പറയാവോ? ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് ഗീതാനുഭവം ഷെയർ ചെയ്തായിരുന്നു. ഗീത അസൈൻമെന്റ് ആണോ? ഒന്ന് ഷെയർ ചെയ്തേ. അസൈൻമെന്റ് ഡിഫൻസ് മെക്കാനിസം എന്താണെന്നുള്ളത് എഴുതുക, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. എന്നിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അത് ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോ എക്സാമ്പിൾ എഴുതുക. അങ്ങനെയാണ് അന്ന് ടീച്ചർ പറഞ്ഞിരുന്നത്. പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചല്ലോ. കോമ്പൻസേഷൻ പഠിച്ചു, റേഷണലൈസേഷൻ പഠിച്ചു, എക്സ്പ്രഷൻ. അതിനൊരു എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ മാത്രം മതി. അത് ഇപ്പൊ കോമ്പൻസേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട, അതിനൊരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീട് എഴുതാനാണ് പറഞ്ഞത്. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് ഓരോ എക്സാമ്പിൾ. അത് ആക്ടിവിറ്റി അല്ലേ, അസൈൻമെന്റ് അല്ലല്ലോ? ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ടോപ്പിക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് റൂമിൽ, അതാണ്.
ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമല്ലോ. അത് അസൈൻമെന്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അസൈൻമെന്റ് ആയിട്ടാണ് ഞാൻ മുമ്പത്തെ ബാച്ചിലെ പിള്ളേർക്കൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ അതായിട്ട് തന്നെ ചെയ്യാം. അതെ ടീച്ചർ നമ്മളോട് അസൈൻമെന്റ് തന്നെയായിരുന്നു പറഞ്ഞത്. പിന്നെ കാണാത്തോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് ആക്ടിവിറ്റി ആക്കിയിരുന്നു വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ ടോപ്പിക് കൊടുക്കാൻ മറന്നുപോയി, അതാണ് സത്യം. ഓക്കെ, ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും റെഡിയാക്കി വെക്കുക. ഓക്കെ ടീച്ചർ. നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്, ഓഫീസ് മാനേജ്മെന്റ്. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തത് വരുന്നതാണ് ഓഫീസ് മാനേജ്മെന്റ്. അപ്പൊ ഓഫീസ് മാനേജ്മെന്റിന്റെ ആ ഒരു ഫസ്റ്റ് പേജ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം നിങ്ങള്. ദെൻ ഒന്ന് തമ്പ് ചെയ്താൽ മതി വായിച്ചു കഴിയുമ്പോൾ കേട്ടോ. എളുപ്പമാണ്, ഒരു 2 പേജുള്ള ചാപ്റ്റർ ഉള്ളത്, പെട്ടെന്ന് തീരും. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ അസൈൻമെന്റ്സ് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ആക്ടിവിറ്റീസ് ഒക്കെ ചില സമയത്ത് ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബുക്കിലോ അല്ലെങ്കിൽ പേജസിലോ ഇങ്ങനെ ചെയ്ത് വെക്കുമല്ലേ. അപ്പൊ ഇപ്പൊ ചില സമയത്ത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ലൈവ് ക്ലാസ്സസ്. അപ്പൊ പറഞ്ഞ ദിവസം നമുക്ക് അത് കാണിച്ചു തരാനും പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വൈവക്ക് ഡയറക്റ്റ് കാണിക്കുക? വൈവക്ക് ചോദിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്? ചോദിക്കുമല്ല, അപ്പൊ ആ ആക്ടിവിറ്റീസ് അപ്പൊ എങ്ങനെയാ കാണിക്കുന്നത് മിസ്സിനെ പറഞ്ഞ അത്? അപ്പൊ വൈവയുടെ സമയത്ത് കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മള് ലൈവ് ക്ലാസ് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് ആക്ടിവിറ്റീസ് നിങ്ങൾ പ്രാക്ടിക്കൽസിന് വരുമ്പോൾ ഒട്ടുമിക്ക പിള്ളേരും കൊണ്ടുവരിക ചെയ്യുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്ത് തരും. പ്രാക്ടിക്കൽസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് വൈവ മാത്രമാണ്. കാരണം എനിക്കും ക്ലാസ്സസ് ഒക്കെ തുടങ്ങും. അപ്പൊ വൈവയുടെ സമയത്ത് ചോദിക്കുമ്പോൾ കയ്യിൽ ഉണ്ടായാൽ മതി. ചിലപ്പോൾ ചോദിക്കാം, ഇന്ന ആക്ടിവിറ്റി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതൊന്ന് പ്രസന്റ് ചോദിക്കാൻ പ്രത്യേകം മാർക്ക് ഉണ്ട് അതിന്. അസൈൻമെന്റ് അതുപോലെ തന്നെ സർവേക്കൊക്കെ പ്രത്യേകം മാർക്കാണ്. 10 മാർക്ക് 100 മാർക്കാണ്. അപ്പൊ 100 മാർക്കിൽ നമ്മളിപ്പോ സർവേ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 100 മാർക്കിൽ നമുക്കൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ അസൈൻമെന്റും സർവേക്ക് ഒരുമിച്ചാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അസൈൻമെന്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലവര് തപ്പുന്നത് കാണാം. ഇപ്പൊ ഞാൻ കണ്ടുവന്നൊരു കാര്യമല്ല പറയുന്നത്. ചിലവര് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മറ്റു ചിലരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുമോ ശരിക്കും ഒരു കുട്ടിക്ക് 10 മാർക്ക് കൊടുക്കുന്നത് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഒരു കുട്ടി അടിപൊളിയായിട്ട് റൂമൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമായിട്ട് കുട്ടിയുടെ ക്രാഫ്റ്റ് വർക്കുകളും മാത്രമായിട്ട് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജിഷാമിസ് നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പൊ ആ കുട്ടിക്കൊക്കെ നമ്മൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? കൂടിപ്പോയാൽ 10 മാർക്ക് അല്ലെ? അപ്പൊ ഒന്നും ചെയ്യാത്ത കുട്ടിക്ക് നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? അത് ശരിയാ മിസ്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. അതെ അതെ, കാരണം അത്രയും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഒന്നും ചെയ്യാത്ത കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ മാർക്ക് കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കയ്യിലില്ല എന്ന് ചിലവര് പറയുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അത്രയും മാർക്ക് കൊടുക്കുക? അപ്പൊ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വൈവ നടത്തുമ്പോൾ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റെക്കോർഡിൽ നിന്ന് ഒരു സ്റ്റോറി പറയാനായിട്ട് പറയുവാണ്, അല്ലെങ്കിൽ ഒരു പ്രോവർബ് പറയാനായിട്ട് പറയുവാണ്. അപ്പൊ ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട്. അയ്യോ ഞാൻ അത് എഴുതിയിട്ടില്ല, അയ്യോ എനിക്കത് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ട് അവിടെ മാർക്ക് കൊടുക്കുന്നേ? ഒന്നും പറയാനില്ല. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഒരു കൂടി പോയാല് ഒരു എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും ആ കുട്ടിക്ക്? അത്രയും കൊടുക്കാനേ പറ്റുള്ളൂ. തീരെ കുറയ്ക്കില്ല, ഭയങ്കരമായിട്ടൊന്നും കുറയ്ക്കില്ല, എന്നാലും നമ്മൾ നോക്കും എങ്ങനെയാണ്. പിന്നെ കോൺഫിഡൻസ് ലെവല് ഞങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ ഇനി ഇതിന് പ്രിപ്പയർ ചെയ്യണമല്ലോ. നിഷാമിസ് കാര്യമായിട്ട് പറഞ്ഞു തരും, എന്നാലും പറയാനാണ്. കോൺഫിഡൻസ് ലെവല് പലർക്കും ഇല്ല. ലൈവ് ക്ലാസ്സിൽ കയറാത്ത പല ആളുകൾക്കും പേടിയാണ് സംസാരിക്കാനായിട്ട്. അത് കണ്ടു വന്നിട്ടുള്ള ഒരു പ്രവണതയാണ് അതായത് വൈവ നടത്തുമ്പോൾ. കാരണം ഇതുവരെ ലൈവ് ക്ലാസ്സിൽ കയറാത്ത ആളുകളുണ്ട്, റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന ആളുകളുണ്ട്. അപ്പൊ
നമ്മളെ നേരിട്ടാണ് വൈവ സമയത്താണ് നേരിട്ട് കാണുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നു, ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവുന്നു ആ സമയത്തൊക്കെ. അപ്പോഴും അത് വൈവയുടെ മാർക്കിനെ ബാധിക്കും. എങ്ങനെയാണ്, അതായത് ഒരു സ്കൂളിൽ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആളുകളോട്, അവിടുത്തെ ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിനോട് പെരുമാറുക, അവിടെ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ എങ്ങനെയാണ് അവര് ശരിക്കും അത് യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ നോക്കും. കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് വൈവക്ക് മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് കയറാൻ പറ്റാത്ത സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റാറില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ പ്രത്യേകം മാർക്ക് ഉണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ പേപ്പർ വർക്കുകൾക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ആണ് മാർക്ക്. അപ്പൊ അതൊക്കെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും മാർക്ക് ഉണ്ടോ മിസ്സേ? എന്താ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും മാർക്ക് ഉണ്ടോ മിസ്സേ? ഞങ്ങളുടെ തൊണ്ട വരണ്ട എന്ന് ഇവിടുന്ന് പോകുന്നത്. അല്ല, ആക്റ്റീവായിട്ടിരിക്കുന്നവർക്കാണ് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് വൈവ ചെയ്യാൻ പറ്റുള്ളൂ. അതറിയില്ലേ? ആക്റ്റീവായിട്ടിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങള് എപ്പോഴും എന്നെ കാണുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ മിസ്സുമാരൊക്കെ കാണുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയും. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ അല്ലാത്തവരുണ്ട്, റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴും ക്ലാസ്സിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തപ്പലും തടയിലൊക്കെ വരും ചില സമയത്ത് വൈവയിൽ അറ്റൻഡ് ചെയ്യും. ആർക്കറിയാം, അന്നേരം ഞങ്ങള് മറന്നുപോയാലോ പഠിപ്പിച്ചതല്ല. പിന്നെ അതുപോലെ തന്നെ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്ന അവർക്ക് വേറൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാല് അപ്പാരറ്റസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാവണം എന്നില്ല. ലൈവ് ക്ലാസ്സിൽ നമ്മൾ അപ്പാരറ്റസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങളുടെ മുമ്പില്. പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് കാണണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് അറിയാമെന്നുണ്ടാവില്ല. പ്രാക്ടിക്കൽസിന് വന്നവരും ഉണ്ടാവില്ല ചിലപ്പോൾ കൂട്ടത്തിൽ. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിക്കും, ഏതെങ്കിലും ഒരു അപ്പാരറ്റസിനെ കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അപ്പാരറ്റസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ അവര് കിടന്നത് തപ്പുന്നത് കാണാനായിട്ട് പറ്റും. കാരണം അവർക്കറിയില്ല, അവര് റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒന്നില്ലെങ്കിൽ നമ്മള് ലൈവ് ക്ലാസ് ഇപ്പൊ കണ്ടില്ലെങ്കിൽ സ്ഥിരമായിട്ട് റെക്കോർഡ് ക്ലാസ് തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാല് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട്. ടീച്ചിങ് പ്രാക്ടീസ് കറക്റ്റ് എത്ര ദിവസം ചെയ്യണം? ടീച്ചിങ് പ്രാക്ടീസ് അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ചിലവര് പോകാറുണ്ട്, ചിലവര് പോകാറില്ല. ഇനി പോകുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയാറുണ്ട്, അവർ എങ്ങനെയായിരുന്നു, അവിടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, കൃത്യമായിട്ട് ഏത് മെത്തേഡാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പലരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവിടെ മാർക്ക് വീഴുള്ളൂ. 22 days അല്ലേ തന്നിരിക്കണം മിസ്? എനിക്ക് കിട്ടിയത് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയത് അതിൽ 22 days ആണ് തന്നിരിക്കുന്നത്. എത്ര ദിവസമായിരുന്നു? 22 days. 22 ആണല്ലേ? 22 days പറഞ്ഞോളൂ. ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. 22 days തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഒരു ദിവസം എന്തോ പോവാൻ പറ്റിയില്ലായിരുന്നു, അപ്പൊ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അത് തന്നു. കുഴപ്പമില്ല. മിസ്സേ, ഞാൻ പോയടത്ത് അവര് കഴിഞ്ഞിട്ടും വിടത്തില്ല. ചെയ്തോ പിന്നെ കൊറേ ചെയ്തിട്ടാ പോന്നെ. അവര് വിടത്തില്ല. അപ്പോയിന്റ്മെന്റ് എടുക്കാനാ പറയുന്നത്. ഞാൻ പറഞ്ഞ് എനിക്കിപ്പോ ഉടനെ ഇതിനുള്ള അല്ല, ഞാൻ പഠിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഊരിപ്പോരുമായിരുന്നു. പറഞ്ഞ പോലെ കറക്റ്റ്. ഇവിടെ എന്നോടും പറഞ്ഞു, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ തേടിച്ചതല്ലേ അവരെ. അപ്പോ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ വിളിക്കും, വീണ്ടും വിളിക്കും. ഞാൻ ലക്കി, എനിക്ക് ലാസ്റ്റ് ഡേ അവര് വിളിച്ചിട്ട് പറഞ്ഞു ജോബ് ഓഫർ തന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? എവിടെയാണ്?
രാജശ്രീ രാജശ്രീ SMM ഇവിടെ ആലുവയില്. അതെ. മോളും മോനും പഠിച്ച സ്കൂൾ തന്നെയാണ്. സ്കൂളിൽ തന്നെയാണ് അല്ലേ? ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാം. ടീച്ചേഴ്സും പഴയ ടീച്ചേഴ്സിനൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം. ഇപ്പൊ മാനേജ്മെന്റ് മാറി, 2 കൊല്ലമായിട്ട് മാനേജ്മെന്റ് വേറെയാണ് ഇപ്പൊ. പക്ഷെ അവർക്കും അറിയാം, 2 കൊല്ലമായിട്ട് ഞാൻ അവിടെ അസോസിയേറ്റഡ് ആയത് കാരണം അവർക്ക് എന്നെ അറിയാം. ഐ വാസ് വെരി ലക്കി. എനിക്ക് ആദ്യം അവര് pre-KG ആണ് ഓഫർ ചെയ്ത്. പിന്നെ ട്രെയിനിങ്ങിന് വിളിച്ചപ്പോ എന്താണ് മാം പറഞ്ഞു, pre-KG വേറെ മിസ്സിന് കൊടുത്തിട്ട് നിനക്ക് LKG ആണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും ഒരു ഗുണമുണ്ടായി. ക്ലാസ് കഴിഞ്ഞപ്പോ ഇംഗ്ലീഷിന് ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അമൃത വിദ്യാലയത്തിൽ ഞാൻ ചെന്നതാ. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ചു ദിവസം ടീച്ചേഴ്സിന് ക്ലാസ് എടുപ്പായിരുന്നു എന്റെ പണി. അതെയോ? എന്തൊരു ലക്കിയാണ് അല്ലേ? സത്യം. കരമ്പാല അമൃത വിദ്യാലയത്തിലാ മിസ്സേ. ഉഷ നല്ല ഡെഡിക്കേറ്റഡും നല്ല നോളജും ഉണ്ട്. അതെ. നല്ല നോളജ് ഒന്നും ഇല്ല, തട്ടിക്കൂട്ടുന്നതാ. അങ്ങനെ പറയല്ലേ ചേച്ചി. യു ആർ അവർ ഇൻസ്പിറേഷൻ. നോ, അവാർഡ് നേടിയതല്ലേ? അവാർഡൊക്കെ നേടിയ ആളാണ്. സംസാരം കേൾക്കുമ്പോ അറിയാം നല്ല നോളജ് ഉള്ള ആളാണെന്ന്. സ്റ്റേറ്റ് ബൂസ്റ്റ് ചെയ്യാതെ എനിക്കല്ലേ അറിയാവുള്ളൂ എന്നെ കുറിച്ച്. എല്ലാം തട്ടിക്കൂട്ടാ മിസ്സേ. പിന്നെ തട്ടിക്കൂട്ടൊന്നുമല്ല, ആവശ്യത്തിനുള്ള അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ക്ലാസ് തുടങ്ങാം നമുക്ക്. ഓഫീസ് മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, വായിക്കാം കേട്ടോ, നിങ്ങൾ റീഡ് ചെയ്യാം.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കിയേ നിങ്ങള്. The word office management means maintaining the staff, maintaining the records, decision making, and so on. But the teacher is not an office manager. She cannot make decisions, or she does not want to control other staff. She is only taking part in the office work. അതായത് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് സൂചിപ്പിക്കുന്നത് എന്താണ്? മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകും. അതുപോലെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ നിലനിർത്തുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് മാനേജ്മെന്റ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇപ്പൊ നമ്മളൊരു സ്കൂള് തന്നെ എടുക്കണം എന്നില്ല, ഒരു സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമായിക്കോട്ടെ, അവിടെയുള്ള സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുക, അവിടെയുള്ള റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുക, ദെൻ ഡിസിഷൻ മേക്കിംഗിൽ പാർട്ടാവുക. ഇതൊക്കെയാണ് ഓഫീസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്കൂളിലെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് മാനേജറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അല്ലെ. അതായത് ഓഫീസ് വർക്കുകൾ മാത്രമല്ല ഒരു ടീച്ചർക്കുള്ളത്, മറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ആർക്കുണ്ട്? ടീച്ചേഴ്സിനുണ്ട്. അപ്പോ വെറും ഒരു ഓഫീസിലെ ജീവനക്കാരി അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് എന്ന രീതിയിലല്ല ടീച്ചർ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഈ ടീച്ചർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പലതരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് നിന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാനും അവർക്ക് പറ്റില്ല. ഈ ഒരു ടീച്ചർക്ക് പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഓഫീസ് വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനകത്ത് വേണ്ട രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്ന് മാത്രമാണ് ടീച്ചറുടെ ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. മെയിൻറ്റെയിനിങ് സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ്, 3 അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ് ഓഫീസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകാം. Often the teachers with good English and neat handwriting will be given the work of operating the files and registers. Otherwise, I will be given some other work. She should do only the work whispered to her. Giving ideas to others makes a teacher involved in others' work, and this ends with the problem repeatedly. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ചില ടീച്ചേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്? ഓഫീസ് വർക്കുകൾ കൊടുക്കാറുണ്ട്. ഓഫീസ് വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ടീച്ചേഴ്സിന് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവര് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് അവിടെ ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത്, സ്കൂൾ എന്ന രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ, ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് വ്യക്തികളായിരിക്കും? നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളാണെങ്കിലും ഒരു ക്ലാസ് റൂമില് എന്തെങ്കിലും ധാരാളം കുട്ടികൾ ഉണ്ടാവും ക്ലാസ് റൂമില്, പക്ഷെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസൈൻമെന്റോ കാര്യങ്ങളോ പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? കുട്ടിയുടെ ഹാൻഡ് റൈറ്റ് നല്ലതായിരിക്കും, പിന്നെ നല്ല എല്ലാം ചെയ്യും, കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള കുട്ടിയായിരിക്കും. അത് ശരിയാ മിസ്സേ. മിസ്റ്റേക്ക് ഇല്ലാതെ ഓഫീസ് വർക്ക് ചെയ്ത് കൊടുക്കണം. അത് കുത്തിയും വരച്ചും അതിന്റെ റെക്കോർഡ്സ് ഒക്കെ എഴുതുന്നവര് നല്ല എഫിഷ്യന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്കൂളിന് തന്നെ പേരുദോഷം ഉണ്ടാവും. അതെ,
എന്താണ് രാധിക പറയാൻ വന്നത് എന്താ? അല്ല, അത്യാവശ്യം വരയാനൊക്കെ കഴിവുള്ളവരൊക്കെ നമ്മള് റെക്കോർഡിന്നൊക്കെ ഏൽപ്പിക്കുമ്പോഴേ അത്യാവശ്യം കഴിവുള്ളവർക്ക് ഹാൻഡ് റൈറ്റിംഗ് റെഡി ആവുന്ന പറയാ. വരയാൻ കഴിവുള്ളവർക്ക് ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാവും എന്ന് പറയുന്നിട്ടുണ്ട്. അതെ. അപ്പൊ അതുപോലെ അതായത് അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവര്, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റ് ഒക്കെ നല്ല രീതിയിലുള്ളവര്, ഇംഗ്ലീഷ് മാനേജ് ചെയ്യാൻ കഴിയുന്നവര്, ഇവരൊക്കെയാണ് ഓഫീസിലെ ഫയൽസും അതുപോലെ തന്നെ സ്കൂളിന്റെ ഓഫീസിലെ ഫയൽസും അതുപോലെ തന്നെ രജിസ്റ്റർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റു ചില ജോലികളും ഇവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്ററെ പല രീതിയിൽ സഹായിക്കുക. സ്കൂളിലെ പ്രിൻസിപ്പളിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ജോലിയും ഈ ടീച്ചർമാർക്ക് കൊടുക്കുന്നു. പലവിധ ഐഡിയാസും ചിലപ്പോ നമുക്കറിയാലേ, നമ്മളിപ്പോ സ്കൂളിലൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം ടീച്ചേഴ്സ് അല്ലെ, അല്ലെങ്കിൽ കുട്ടികൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു കുട്ടികളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ ടീച്ചർ ആയിരിക്കും ചിലപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടേതായിട്ടുള്ള ഐഡിയ അനുസരിച്ച് അവരുടേതായിട്ടുള്ള തിങ്കിങ് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളിലും സ്കൂളുകളിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഐഡിയാസ് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, അത് ഓരോരോ കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാം. ഇത്തരത്തില് ടീച്ചേഴ്സിനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത് എന്താണ്, സ്കൂളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. Okay. Then every teacher should take care of maintaining the attendance register of her class, leave letters of her class, and register visitors' entries in the visitors' staff book during the absence of all her administrators. അതുപോലെ തന്നെ ടീച്ചർമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓഫീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓഫീസിൽ സൂക്ഷിക്കുന്ന ചില രേഖകളുണ്ട്, അതൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ രേഖകള്? റെക്കോർഡ്സ് ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെ, കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ. അതുപോലെ തന്നെ അത് ഓരോ ടീച്ചേഴ്സിനും ഓരോ ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏത് ക്ലാസ് ആണോ ആ ടീച്ചർക്കുള്ളത് അവിടുത്തെ ആ ഒരു ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലീവ് ലെറ്റേഴ്സ്, ക്ലാസ്സിൽ വരുന്ന ലീവ് ലെറ്റേഴ്സ് കീപ്പ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് എൻട്രീസ്, വിസിറ്റേഴ്സ് നോട്ട്, ആളുകള് എന്താ പറയാ, വിസിറ്റേഴ്സ് പലതരത്തിലുള്ള ആളുകൾ സ്കൂളിലൊക്കെ വരുമല്ലോ. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എന്താ രജിസ്റ്ററും കീപ്പ് ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം റെക്കോർഡ്സ് കൈകാര്യം ചെയ്യാനായിട്ട് ചില ആളുകൾ ഇല്ലെങ്കിൽ, അതായത് ഫയൽസ് ഒക്കെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കാനൊക്കെ ഓഫീസിൽ ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ചില സ്റ്റാഫുകൾ ഉണ്ടാവാം, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവാം. അവരുടെ ആബ്സെൻസിൽ ടീച്ചേഴ്സ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? Yes, teacher. Yes, miss. അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. അറ്റൻഡൻസ് രജിസ്റ്ററിന് ഹെഡിങ് കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യം ഒന്ന് എഴുതിയെടുക്കുക. നോട്ട് എല്ലാവരുടെ കയ്യിലില്ലേ? Yes, teacher. An attendance register is a record keeping tool used to track the TRACK, track the presence and absence of students.
മിസ് ഒന്നും കട്ടായി പറയാം. An attendance register is a record keeping tool used to track the presence and absence of children. Like students എന്ന് മതി, children വേണ്ട. Presence and absence of students. Attendance register is maintained by the teacher. Attendance register maintained by the teacher. താഴെയായിട്ട് എഴുതിയാൽ മതി കേട്ടോ, താഴെ പോയിന്റ് ആയിട്ട് എഴുതാം. Attendance register maintained by the teacher. അടുത്ത പോയിന്റ്, it includes daily records of Miss, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? It is maintained by the teachers. അടുത്ത പോയിന്റ്, it includes, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള, it includes daily records of which students are present, comma absent, comma or on leave, or on leave ട്ടോ, LEAVE, leave. ഒരു പോയിന്റ് കൂടി ഉണ്ട്, അത് എഴുതുക. It helps in monitoring students. Regularity and punctuality. ഒന്നുകൂടി പറയാം. It helps in monitoring students' regularity and punctuality. ഓക്കെ, നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ നോട്ട് തരാം കേട്ടോ. ലീവ് ലെറ്റർ രജിസ്റ്റർ ഉണ്ട്, പിന്നെ വിസിറ്റേഴ്സ് നോട്ട് ഉണ്ട്. എന്റെയൊക്കെ നോട്ട് അടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ, അടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? Yes, teacher, it is very clear. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി മൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. Okay, teacher. ഡ്രൈവിംഗിന്റെ കാര്യം എന്തായി ടീച്ചർ? എന്തെങ്കിലും ഇനി ഫോർവേഡ്? എന്തെങ്കിലും ആക്കണം ഉടനെ തന്നെ. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പറയാം. ഓക്കെ ടീച്ചർ, എന്തായാലും നോക്കിക്കോ. ഇനി പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആവുന്നുണ്ട്. അപ്പൊ വേഗം നോക്കിയാല് നല്ലതാണ്. അത് ആദ്യമുള്ള ഒരു പേടിയേ ഉണ്ടാവും, പിന്നെ അത് പോയി ഞാൻ ടെസ്റ്റ് പാസ് ലേണേഴ്സ് മിസ്സും പോയിക്കോളൂ. ലേണേഴ്സ് പാസ്സായി, ഇനി 8 എടുക്കാൻ പഠിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്ഫുൾ ആയി അല്ലേ അറീനേച്ചി? യെസ്, ഇത്രയും കൊല്ലം ചെയ്യാത്തൊരു ഇത് ഈ ജോലി കാരണം എനിക്ക് ചെയ്യേണ്ടി വരുന്നു. അതൊരു ബെനിഫിറ്റ് തന്നെയല്ലേ? അതും ഒരു ബെനിഫിറ്റ് അല്ലേ? നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡ്രൈവിംഗ് പഠിക്കണം എന്ന്. പക്ഷെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയാ, വിടൂല. അതാണ് എനിക്ക് ഭയങ്കര പേടിച്ചിട്ട് പിന്നെ ഇനിയുള്ള കാലത്ത് നമുക്കത് ആവശ്യമാണ്.
അഡ്വാൻസ് ഹാപ്പി വിഷു. Okay, teacher. Thank you. Wish you the same. Same to you, miss. ഓക്കെ, താങ്ക് യു സോ മച്ച്. മിസ് എന്താണ് എന്റെ മനീഷ? മോന് ഇവിടെ ഇരിക്കുന്നുണ്ട്, ആൾക്ക് ഹാപ്പി വിഷു പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഓന്റെ പേരെന്താ? ഹാപ്പി വിഷു പറയും. Happy wish you. മോന്റെ പേര് എന്താ? വീഡിയോ കൂടി ഓൺ ചെയ്യോ? വീഡിയോ കൂടി ഓൺ ചെയ്യോ? വീഡിയോ ചെയ്യാമോ? വീഡിയോ ചെയ്യാമോ? ഹായ്, എന്താ മോന്റെ പേരെന്താ? സൂര്യദേവ്. സൂര്യദേവ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 1 class K. 1ാം ക്ലാസ്സിലോ? 1ാം class. 1ാം ക്ലാസ്സിലാവും അല്ലേ? ഓക്കെ. വെക്കേഷൻ ആണ്, കളിക്കുന്നില്ലേ? പുറത്തുപോയി കളിക്കാറില്ലേ? ഉണ്ട്. ഓക്കെ, ഹാപ്പി വിഷു ട്ടാ മോനോ. ഹാപ്പി. ഓക്കെ, അപ്പോ അതിന്റെ പിയാനോ കേട്ടോ. താങ്ക് യു. Okay, teacher. Thank you. Have a nice day. Thank you, miss. ഓക്കെ, താങ്ക് യു.